ഇന്ന് നമ്മുടെ യാത്രയുടെ രണ്ടാം ദിവസമാണ്. കാലത്ത് നമ്മൾ എണീറ്റ് കുക്കിങ്ങൊക്കെ തുടങ്ങി. ചെറിയ മാഗിയാണ് ഉണ്ടാക്കിയത്. ഈ ഗ്യാസിൽ നമുക്ക് വെച്ച് ശീലമില്ലാത്തതുകൊണ്ട് ചെറിയൊരു തീപിടുത്തമൊക്കെ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് പച്ചക്കറികൾ മേടിച്ചു, വരും ദിവസങ്ങളിലേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. നല്ല മാന്യമായ വിലയാണ്, അധിക വിലയൊന്നും അവർ ഈടാക്കിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും യാത്ര തുടർന്നു. ആ കാണുന്നത് ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ബാഗുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ പ്ലാന്റാണ്. കർണാടക റോഡിൻ്റെ ഡിവൈഡറുകളിലൊക്കെ എപ്പോഴും നിറച്ച് പൂക്കളായിരിക്കും. പലതരത്തിലുള്ള പൂക്കൾ കാണാറുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് തെങ്ങ് തോപ്പുകളും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളാണ് കൂടുതലുള്ളത്. നമ്മൾ ഈ യാത്രയിൽ മെയിനായിട്ട് മഹാരാഷ്ട്ര തുടങ്ങി അവിടെ നിന്നുള്ള സ്ഥലങ്ങളാണ് കൂടുതലും കാണാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് പോയിട്ടുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് മഹാരാഷ്ട്ര കയറിയിട്ടാണ്. ഈ റൂട്ടിൽ ഒരുപാട് നമുക്ക് വിൻഡ് മില്ലിൻ്റെ യന്ത്രങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ ബ്ലേഡുകളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഒരുപാട് ഈ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ദൂരത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള നീളമുണ്ട്. ഈ വണ്ടികൾക്ക് എസ്കോട്ടായിട്ട് വേറെ വണ്ടി എപ്പോഴും ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വിൻഡ് മില്ലുകളിൽ നിന്ന് കറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ഈ റൂട്ടിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ വിൻഡ് മില്ല് ഫാമുകൾ വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് കണ്ടൊരു പൂക്കൃഷിയാണ്. അതിൻ്റെ പുറകിൽ തന്നെ ഒരു വിൻഡ് മില്ല് ഫാമും ഉണ്ട്. പോകുന്ന വഴിക്കുള്ള ചെറിയൊരു സ്നാക്സ് പ്രിപ്പറേഷനാണ്, വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട്. വരുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു ടേൺ എടുത്തിട്ടാണ് നേരെ ഹോസ്പേട്ട് അതുപോലെ തന്നെ ഹംപി പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന മെയിനായിട്ടുള്ളൊരു ടേണാണിത്. ഈ വഴിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കാണുന്നത് വിൻഡ് മില്ലിൻ്റെ സിലിണ്ടറാണ്. ആ കാണുന്നത് ഒരു അയൺ പ്രൊഡക്ഷൻ പ്ലാന്റാണ്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇപ്പോൾ തുംഗഭദ്ര ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതിൻ്റെ റിസർവോയറിൻ്റെ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിനോട് ചേർന്നൊരു പാർക്കൊക്കെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടെ കാണാറുള്ള പക്ഷികളാണ് ഈ കാണുന്നതെല്ലാം. ഇതാണ് പാർക്കിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. അത്ര വലിയ പാർക്കൊന്നുമല്ല, ഒരു സാധാരണ പാർക്കാണ്. ഇവിടെ തന്നെ അത്യാവശ്യം നമുക്കൊരു ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റികളൊക്കെ ഉള്ളൂ. അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ്, വലിയ കുഴപ്പമില്ല. മഴക്കാലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവാറുണ്ട്. ഇപ്പം നിങ്ങൾ ആ കാണുന്ന ആ ഒരു ചെറിയ വണ്ടികളും അതുപോലെ തന്നെ ആ ഒരു ഷെഡൊന്നും മഴക്കാലത്ത് അവിടെ ഉണ്ടാവില്ല. ഇത് നിറഞ്ഞ് കിടക്കുമായിരിക്കും. അതുപോലെ തന്നെ മൊത്തത്തിൽ നല്ലൊരു പച്ചപ്പൊക്കെയാണ് കാണാനായിട്ട്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ഒരു കരിഞ്ഞുണങ്ങിയ രീതിയിലാണ് മൊത്തത്തിൽ കിടക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ടണലെല്ലാം വരുന്നുണ്ട്. ഈ ടണൽ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ഈ ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് തുംഗഭദ്ര ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. 1953 ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 101 തൊട്ട് 135 TMC കപ്പാസിറ്റി ഉള്ളൊരു ഡാമാണിത്. മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് 2 ഡൈവേർഷൻ വരുന്നുണ്ട്. ഒരു വലിയ ടോളും ഒരു ചെറിയ ടോളും വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ ചെറിയ ടോൾ വഴിയാണ് നമ്മൾ പോകുന്നത്.
പോകുന്ന വഴിക്കെല്ലാം കൃഷികളുടെ കാഴ്ചകളാണ് മൊത്തം വരുന്നത്. ഈ കാണുന്നത് ഒരു RO വാട്ടറിൻ്റെ ചെറിയൊരു ഷോപ്പാണ്. നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് 2 ക്യാൻ വെള്ളം എടുത്തിരുന്നു. പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ആയ ഒരു ട്രക്കും വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയൊരു ഹോട്ടലാണ്. ഒരു 4 മണിയായി നമ്മൾ നിർത്തിയപ്പോൾ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. വെജിറ്റേറിയൻ ആണ്. നമ്മളവിടുന്ന് കുറച്ച് ഈ കാണുന്ന റൊട്ടിയും അതുപോലെ തന്നെ ഒരു കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഒരുപാട് റേറ്റും ആയില്ല. 10-300 രൂപ റേഞ്ചിലാണ് നമുക്കത് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മളത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയൊരു സ്വീറ്റ്സിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സും മേടിച്ച് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഓൺ ദ വേ നമുക്ക് ഇതുപോലത്തെ പമ്പുകളുണ്ട്. ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ കമ്പനി നേരിട്ട് നടത്തുന്ന പമ്പുകളാണ്. ഇവിടുന്ന് ഫ്യൂൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്യൂവലും അതുപോലെ തന്നെ മറ്റ് പമ്പുകളേക്കാൾ കുറച്ചുകൂടി റേറ്റും കുറവുണ്ടാവും. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കിലോമീറ്റർ കണക്കിന് നമുക്കിങ്ങനെ തരിശു ഭൂമിയാണ്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ എൻട്രി എടുത്താൽ പോലും പിന്നെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് നമുക്കിങ്ങനെ ഓടാനുണ്ട്. പോകുന്ന വഴിക്ക് പല മതത്തിൻ്റെ ആചാരങ്ങളിലുള്ള ആൾക്കാരൊക്കെ പോകുന്നതൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ഓടി രാത്രി ആയതോടെ നമ്മൾ ഈ കാണുന്നൊരു കടയുടെ അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വണ്ടി ഒതുക്കി നിർത്തി. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം.